So let's discuss about the defects of modern civilization. According to George, unfair distribution of wealth and resources is the one of the first point put forward by George. അപ്പം ആദ്യത്തെ ഡിഫക്ട്സ് ഓഫ് മോഡേൺ സിവിലൈസേഷൻ ആണെങ്കിൽ നമ്മൾ നോക്കുന്നത് ഡിഫക്ട്സ് ഓഫ് മോഡേൺ സിവിലൈസേഷനിലെ ആദ്യത്തെ പോയിന്റ് എന്ന് ജോർജ് പറയുന്നതെന്ന് പറയുന്നത് അൺഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് റിസോഴ്സസ്. വെൽത്തിൻ്റെയും റിസോഴ്സസിൻ്റെയും അൺഫെയർ ഡിസ്ട്രിബ്യൂഷൻ, എല്ലാവർക്കും ഒരേപോലെ അല്ലാതെ സമൂഹത്തിൽ കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സും എന്താണ് വെൽത്തിനെയും കുറിച്ചാണ് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ജോർജ്, ദ ഡിഫക്ട്സ് ഓഫ് മോഡേൺ സിവിലൈസേഷൻ. Even though there is a very political oppression in today's world and people of nations are more or less equal before the law, as well as people usually enjoy the democratic way choosing whom they want to be governed by, still there is a problem of sharing money, food, clothes, houses and books. ഇവിടെ പറയുന്നത് വെച്ചാൽ even though there is very little political oppression, ഇപ്പോൾ പൊളിറ്റിക്കൽ ഒപ്രഷൻ ഒക്കെ കുറവാണ് എങ്കിൽ പോലും എന്താണ് ഇന്നത്തെ സമൂഹത്തിൽ, ഇന്നത്തെ ലോകത്തിൽ എന്താണ് പീപ്പിൾ ഓഫ് നേഷൻസ് ആർ മോർ ഓർ ലെസ് ഈക്വൽ ബിഫോർ ദ ലോ. എങ്ങനെയാണ് മനുഷ്യരെല്ലാവരും ഒരു ലോയുടെ മുമ്പിൽ കുറേയൊക്കെ ഈക്വൽ ആൻഡ് സംവാട്ട് ലെസ് ഓർ ഈക്വൽ ആണ്, മോർ ഓർ ലെസ് ഈക്വൽ ബിഫോർ ദ ലോ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ് as well as people usually enjoy the democratic way of choosing whom they want to be governed by. ആരാണ് അവരെ ഭരിക്കേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്യാനുള്ള അധികാരവും ഇപ്പോഴത്തെ സമൂഹത്തിനാണ്. സമൂഹമാണ് ചൂസ് ചെയ്യുന്നത് ആര് വേണം അവരെ ഗവേൺ ചെയ്യാൻ എന്നുള്ളത്. അതേപോലെ തന്നെ സ്റ്റിൽ ദർ ഈസ് എ പ്രോബ്ലം ഓഫ് ഷെയറിംഗ് മണി. ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ പോലും എന്താണ് സമൂഹത്തിൽ പണത്തിൻ്റെ കാര്യത്തിൽ പല പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പല പല ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് എന്ന് പറയുന്നു. അക്കോർഡിംഗ് ടു മണി, ഫുഡ്, ക്ലോത്തിങ്, ഹൗസസ് ആൻഡ് ബുക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താണ് ഒരു സമത്വം ഇതുവരെ വന്നിട്ടില്ല. അതിലെല്ലാത്തിലും ഒരു ഡിഫറൻസ് ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് വെരി അൺഫെയർ ദാറ്റ് ഹാൻഡ്ഫുൾ ഓഫ് പീപ്പിൾ എൻജോയ് ഓൾ ദ റിച്ചസ് ആൻഡ് ലക്ഷറീസ് ഓഫ് ദ വേൾഡ്. എന്താണ് ഇപ്പോഴും എന്താ പറയുക, ഇത് എന്താണ് ഇപ്പോഴും ലോകത്ത് എന്താണ് നന്നായിട്ട് ജീവിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ എന്താണ് പൈസ ഇല്ലാതെ ഒരു So some of the peoples are living in luxury and some others are living in poverty. അവർക്ക് എന്താണ് പോവർട്ടിയിലാണ് ജീവിക്കുന്നത്. കുറേ പേര് സമ്പന്നതയിൽ ജീവിക്കുന്നു, കുറേ പേര് ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നുണ്ട്. അവർക്ക് എന്താണ് കഴിക്കാനുള്ള ഫുഡോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അവർക്ക് കിട്ടുന്നില്ല എന്നും കൂടി ജോർജ് പറയുന്നു. There is unfair distribution and wealth and resources has made most of the people of the world live in dreadful conditions where they can hardly make the two ends meet. എന്താണ് ദ അൺഫെയർ, ഈ എന്താണ് ഒരേപോലെ അല്ലാതെ ഈ വെൽത്ത് ആൻഡ് റിസോഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കാരണം പല ആൾക്കാരും ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത്. അവർ കഷ്ടപ്പെടുകയാണ്. അവരുടെ ഒരു അന്നത്തെ ആഹാരത്തിന് വേണ്ടി അവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നു. ഒരു കാര്യത്തിനോട് ഒരു കാര്യത്തെ ബന്ധിപ്പിക്കാൻ അവർക്ക് ആ ഒരു ദിവസത്തെ എല്ലാം കൂടി കൊണ്ട് പോകാൻ അവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നു എന്ന് പറയുന്നു. CEM George is of the opinion that till the time everyone gets his or her proper share of necessary and delightful things, the world is not going to perfect place. എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും ഒരുപോലെ എല്ലാം കിട്ടുന്ന നാൾ വരെ എന്താകുന്നു, കിട്ടുന്ന നാൾ വരെ നമ്മുടെ ഒരു സിവിലൈസേഷൻ ഡെവലപ്പ് ആവുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നും കൂടി ജോർജ് പറയുന്നുണ്ട്. And since the world is not going to be perfect place and modern civilization has still to strive for something better. എന്താണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ മോഡേൺ സിവിലൈസേഷൻ കൂടുതലായിട്ട് കഷ്ടപ്പെടേണ്ടി വരും. മോഡേൺ സിവിലൈസ്ഡ് ആവാൻ കുറേ ഗതികേട്, കുറേ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുന്നത്, അൺഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് റിസോഴ്സസിൽ പറയുന്നു ജോർജ്, അക്കോർഡിംഗ് ടു ജോർജാണ് പറയുന്നത്. എന്താണ് ഇന്ന് നമുക്ക് ആരെ തിരഞ്ഞെടുക്കണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഉള്ള അധികാരവും ലോയും ഒക്കെ നമുക്കുണ്ട് എങ്കിൽ പോലും ഈ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലോ ആൻഡ് റിസോഴ്സസ് പലതും ആൾക്കാരിലേക്ക് എത്തുന്നില്ല. ഒരേപോലെയല്ല എത്തുന്നത്. ചിലർ പണക്കാരായിരിക്കാം, ചിലർ ദാരിദ്ര്യത്തിലായിരിക്കാം. അപ്പോൾ ഇതുവരെ എല്ലാം ഒരേപോലെ കൊണ്ടുപോയാൽ മാത്രമേ ഒരു സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്യുകയുള്ളൂ എന്ന് പറയുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ജോർജ് പറയുന്നത് നാഷണൽ ഇൻകം, ഇംഗ്ലണ്ടിലെ നാഷണൽ ഇൻകം ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ അത് ആൾക്കാരിൽ എത്തിക്കുന്ന രീതി തന്നെ ജോർജ് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അൺഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് റിസോഴ്സസിൽ മെയിനായിട്ട് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഡേഞ്ചർ ഓഫ് വാർ ആണ്. എന്താണ്
യുദ്ധങ്ങളുടെ കുറിച്ചുള്ള പേടി, ദ ഡേഞ്ചർ, യുദ്ധങ്ങൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. The danger of war. Even though the world has become one large unit, still there is chance of war because the world is divided in terms of nations who are at loggerheads with each other. Even though എന്താ പറയുന്നത്, the world has become one large, even though the world has become one large unit, but there is a chance for war between every nations. ഇവിടെ പറയുന്നത് ഈ നേഷൻസ് എല്ലാം ഒരേപോലെ എന്താണ് ഒരു ലാർജ് യൂണിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പോലും അവിടെ എന്താണ് വാർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഈ പല രാജ്യങ്ങൾ തമ്മിൽ ഇപ്പോഴും വഴക്കും ശത്രുതയും ഒക്കെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. He refers to the First World War in 1914 to 1918 as one of the most destructive phase of our civilization. സിവിലൈസേഷൻ്റെ ഏറ്റവും ഡിസ്ട്രക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വേൾഡ് വാർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഇറ്റ് ഈസ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ് ദാറ്റ് ദ എസ്സേ വാസ് റിട്ടൺ ഇൻ 1930. ഈ എസ്സേ എഴുതുന്നത് 1931 ഈ ഡിസ്ട്രക്ഷൻ നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാർ 1940 to 1918 ആ കാലഘട്ടത്തിലാണ് നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാർ നടന്നത്. It is because of the fear of wars that each nation spends a fair amount of money to be prepared for the war. ഇവിടെ എന്താണ് each and every nation had spent their lots of money to prepare for the war. അല്ലേ, എല്ലാ രാജ്യങ്ങളും അവർക്ക് കിട്ടുന്ന കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള കിട്ടുന്ന കാര്യങ്ങളെല്ലാം അവരെന്തിനാണ് ഉപയോഗിക്കുന്നത്, വാർ ഫീൽഡിലേക്കാണ് കൂടുതൽ തുക പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. Each nation strive to the fact that they are militarily and martially equipped nation. എന്താണ് പല രാജ്യങ്ങളും എന്താ അവർ പറയുന്നുണ്ട് ദ ഫാക്ട് ദേ ആർ പ്രൈഡ്, അവർ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നുണ്ട് അവരുടെ മാർഷ്യലും അതുപോലെ തന്നെ മിലിറ്ററിയുടെ ഒക്കെ വളർച്ച കണ്ടിട്ട്, അല്ലെങ്കിൽ അവർ ദേ തിങ്ക് ദേ ആർ മോർ ഹാപ്പി വിത്ത് ദാറ്റ് മിലിറ്ററി ആൻഡ് മാർഷ്യൽ എഫിഷ്യൻസി ഓഫ് ദാറ്റ് നേഷൻ. അവരുടെ നേഷൻ്റെ മാർഷ്യലി ആർട്സോ അല്ലെങ്കിൽ മാർഷ്യലി ആയിട്ടും മിലിറ്ററി ആയിട്ടുള്ള അവരുടെ ഉയർച്ചയൊക്കെ അവരെ ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കുന്നു എന്ന് പറയുന്നു. ഹിയർ CM ജോർജ് ഗീവ്സ് ദി എക്സാമ്പിൾ ഓഫ് കിങ് അമിനുല്ല ഓഫ് അഫ്ഗാനിസ്ഥാൻ വിസിറ്റ് ടു ഇംഗ്ലണ്ട് ടു ഫിഗർ ഔട്ട് വാട്ട് ദ വെസ്റ്റേൺ സിവിലൈസേഷൻ. ഈ വെസ്റ്റേൺ സിവിലൈസേഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അഫ്ഗാനിലെ രാജാവായ അമിനുള്ള ഇംഗ്ലണ്ടിനെ വിസിറ്റ് ചെയ്തു. പക്ഷെ അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താണ് അവരെ കൊണ്ട് കാണിച്ചത്, അമിനുള്ളേനെ കൊണ്ട് കാണിച്ചത്, കിങ് അമിനുള്ളേനെ ഇംഗ്ലണ്ടുകാർ കൊണ്ട് കാണിച്ചത് എന്താണ്, ദേ ടാങ്ക്സ് ഓഫ് ലുലുവോത്ത് കോപ്പ്, ബോംബിംഗ് എയറോപ്ലെയിൻസ് അറ്റ് ഹീഡൻ, എ ട്രിപ്പ് ടു സബ്മറൈൻ, അലോ ടു ഫയർ ടോർപോട്ട്സ് ഫ്രം സ്പിറ്റ് ഹട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം സിവിലൈസേഷൻ എന്താണ്, അവിടുത്തെ വെസ്റ്റേൺ സിവിലൈസേഷൻ എങ്ങനെയാണ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പോയപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് കാണിച്ചത് മുഴുവൻ ഈ ബാറ്റിൽ ഫീൽഡ് അല്ലെങ്കിൽ മിലിറ്ററിൻ്റെ അവരുടെ സക്സസ് ഓഫ് മിലിറ്ററി ഒക്കെയാണ് അവരെ കൊണ്ട് കാണിച്ചത്. ദ ടാങ്ക്സ് അറ്റ് ലുലുവത്ത് കോ, ബോംബിംഗ് എയറോപ്ലെയിൻസ് അറ്റ് ലണ്ടൻ, ദ ട്രിപ്പ് ടു സബ്മറൈൻ ആൻഡ് അലോ ടു ഫയർ ടോർപോട്ട്സ് ഫ്രം സ്പിറ്റ് ഹട്ട്. Although all these things are being shown to him, but the English poets and their beautiful artistic, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചെങ്കിലും ഈ ഇംഗ്ലീഷ് പോയറ്റ്സിനും അവരുടെ ആർട്ടിസ്റ്റിക് വർക്കുകളൊന്നും അവർ കാണിച്ചിരുന്നില്ല എന്ന് പറയുന്നു. He wasn't sent to meet the scientists and philosophers. അവിടെ വന്നിട്ട് പോലും അദ്ദേഹത്തിന് എന്താണ് ഫിലോസഫിനെയോ സയൻറ്റിസ്റ്റിനെയോ ഒന്നും കാണാൻ അവർ അനുവദിച്ചിരുന്നില്ല. Therefore, he further states that when 300 years from then, when the Afghan people will write their history, they will talk about England as warlike nation. കുറേ കഴിയുമ്പോൾ എന്താണ് അഫ്ഗാനിസ്ഥാൻ പീപ്പിൾസ് ഇംഗ്ലണ്ടിനെ ഒരു വാർലൈക്ക് നേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുള്ളൂ. അവരെന്തെങ്കിലും എഴുതുമ്പോൾ അതിനെ ഒരു വാർലൈക്ക് നേഷൻ, ഇംഗ്ലണ്ട് ഈസ് എ വാർലൈക്ക് നേഷൻ എന്നാണ് എഴുതുക എന്നാണ് ഈ CM ജോർജ് പറയുന്നത്. The England was more proud of its battlefields than the poets. എന്താണ് ഈ യുദ്ധഭൂമിയാണ് അവർ കൂടുതൽ ഇംഗ്ലണ്ടുകാർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലാതെ അവരുടെ പോയിറ്റ്സിനോ ഒന്നും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. That England was spending more money in destroying the world through the wars than making people happier and wiser during peace. എന്താ സമാധാനത്തോടെ ഇരിക്കുമ്പോഴും എന്താണ് ഇംഗ്ലണ്ടുകാർ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് വാറിനാണ്, അല്ലാതെ പീസിനല്ല. അവർ കൂടുതൽ ബാറ്റിൽ ഫീൽഡ് ഒക്കെയാണ് അവർ കൂടുതൽ യുദ്ധമാണ് അവരുടെ മെയിൻ എന്ന് പറയുന്നു. Only making the critic it is not that CM George is only making critic of England. He says that most of nations are like this and therefore he comments. CM George എന്താണ്
ഇതിനെ മാത്രമല്ല ക്രിട്ടിസൈസ് ചെയ്യുന്നത്, നമ്മുടെ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അവരെന്താണ് ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ എടുത്തു നോക്കിയാൽ തന്നെ നമുക്കും കൂടുതലായിട്ട് മിലിറ്ററിയിലേക്ക് എങ്ങനെ എന്തൊക്കെ എയർപ്ലെയിൻസ് എടുക്കണോ, അല്ലെങ്കിൽ അവർക്ക് ഇപ്പം എന്ത് അവർക്ക് വാങ്ങണം എന്നുള്ളൊരു ചിന്തയാണ് അവർക്കുള്ളത്. എങ്ങനെ ഹൗ ക്യാൻ ദേ പ്രൊട്ടക്ട് ദ നേഷൻ എന്നൊക്കെയുള്ള ചിന്തയാണ്. വേറെ രാജ്യം യുദ്ധത്തിനായിട്ട് വരികയാണെങ്കിൽ എങ്ങനെ നമുക്ക് പിടിച്ചു നിൽക്കാം. അപ്പോൾ അതിനായിട്ട് അവർ കൂടുതൽ പണം കൊടുത്ത് ബാറ്റിൽ ടാങ്കുകൾ വാങ്ങുന്നു, അതുപോലെ തന്നെ എയറോപ്ലെയിൻസ് വാങ്ങുന്നു, ഷിപ്പുകൾ വാങ്ങുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താണ്, അവർ ബാറ്റിൽ ഫീൽഡാണ് കൂടുതലായിട്ട് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ വാറിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. രാജ്യം ആക്രമിച്ചാൽ തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിയും. അതേപോലെ നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ ഉണ്ട് എന്നറിയുമ്പോൾ ഒരു വാറിനുള്ള സാഹചര്യം കുറയും എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയാണ് ഇപ്പോഴത്തെ നേഷനുള്ളതെന്ന് പറയുന്നു. So long as the nations go on like this, it is only wants another matchstick to set the hierarchy. All right, it will blaze again. ഇങ്ങനെയൊക്കെയാണ് രാജ്യങ്ങൾ പോകുന്നതെങ്കിൽ ഒരു വൈക്കോൽക്കൂലയ്ക്ക് തീ പിടിച്ചതുപോലെയാകും എന്നാണ്. ചെറിയൊരു തീപ്പൊരി മതി, വൈക്കോൽക്കൂലയ്ക്ക് തീ പിടിച്ച പോലെ അത് ആളിക്കത്തും എന്ന് പറയുന്നു. It will blaze again, and so destructive has modern war become. The another blaze will probably blame up civilization together. ഇനി ഒരു വാർ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ എന്താണ്, നമ്മുടെ സിവിലൈസേഷനെ, നേഷനെ, രാജ്യത്തെ തന്നെ നശിപ്പിക്കാനുള്ള കെൽപ്പ് അതിനുണ്ടാവും എന്നും കൂടി ആര് പറയുന്നു, ജോർജ് പറയുന്നു. He mentions that the League of Nations has been formulated to look into quarrels between nations where nations can bring their disputes for amicable settlement. ഇവിടെ ഹി മെൻഷൻസ് ദ ലീഗ് ഓഫ് നേഷൻസ് മെൻഷൻ ചെയ്യുന്നുണ്ട് അല്ലേ. ലീഗ് ഓഫ് നേഷൻ എന്നാൽ എന്താ? ലീഗ് ഓഫ് നേഷൻ വാസ് ദ ഫസ്റ്റ് വേൾഡ് വൈഡ് ഇന്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. വാസ് പ്രിൻസിപ്പൽ മിഷൻ വാസ് ടു മെയിൻറ്റെയിൻ വേൾഡ് പീസ്. എന്താണ് വേൾഡ് ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുമ്പം, ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത് ഒരു എല്ലാ രാജ്യങ്ങളെയും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു ഇതാണ്. അവിടുത്തെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്, ഒരു പീസ്, ലോകം മുഴുവൻ പീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ആണത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഹി മെൻഷൻസ് ദാറ്റ് ദ ലീഗ് ഓഫ് നേഷൻ ഹാവ് ബീൻ ഫോർമുലേറ്റഡ് ടു ലുക്ക് ഇൻ ടു ദ ക്വാറൽസ് ബിറ്റ്വീൻ നേഷൻ വെർ നേഷൻ ക്യാൻ ബി ഇൻ ദെയർ ഡിസ്പ്യൂട്ട്സ് ഫോർ ആമിക്കബിൾ സെറ്റിൽമെൻറ്റ്. ഇവിടെ പറയുന്നു ലീഗ് ഓഫ് നേഷൻ ആണ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടി, ക്വാറൽസ്, രാജ്യങ്ങൾ തമ്മിലുള്ള വഴക്കുകളെ കുറിച്ചൊക്കെ വഴക്കുകൾ നോക്കാനും ആ വഴക്കുകളെല്ലാം സൗഹാർദ്ദപരമായ രീതിയിൽ മാറ്റാൻ, സെറ്റിൽ ചെയ്യാനുമുള്ള അധികാരം ആർക്കാണ്, ലീഗ് ഓഫ് നേഷൻസിനാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ സച്ച് ടു ക്വാറലിംഗ് ഇൻഡിവിജ്വൽസ് ഗോട്ട് എന്താണ്, രണ്ട് ആൾക്കാർ തമ്മിലുള്ള വഴക്ക്, അതിൻ്റെ ഇത് നിയമപരമായിട്ട് നേരിടാൻ നമ്മൾ ചെല്ലുന്നത് കോർട്ടിലേക്കാണ്. അതേപോലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേരിട്ട് ചെല്ലുന്നത് ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, ലീഗ് ഓഫ് നേഷൻസിലേക്കാണ്. അതുപോലെ GM ജോർജ് പറയുന്നു that though the league is still not strong enough to prevent wars, if they couldn't able to prevent the wars between the two nations, then there will happen a war. എന്താ ഇവിടെ പറയുന്നത്, ഈ രണ്ട് നേഷൻസ് തമ്മിലുള്ള ഈ വാറ് അവർക്ക് തടയാൻ സാധിച്ചില്ല എങ്കിൽ അവിടെ എന്തായാലും ഉറപ്പായിട്ടും ഒരു എന്താണ് യുദ്ധം തന്നെ പൊട്ടിപ്പുറപ്പെടും എന്നും GM ജോർജ് പറയുന്നു. അപ്പോൾ ഡേഞ്ചർ ഓഫ് വാർ എന്ന് പറയുന്നുണ്ട്. ഈ വേൾഡ് ഒരു ലാർജ് യൂണിറ്റ് ആണ്, എന്നാൽ പോലും എന്താണ് എല്ലായിടത്തും ഒരു ചാൻസസ് ഓഫ് ദ വേൾഡ്, ഈ പല രാജ്യങ്ങൾ തമ്മിൽ പഴക്കുകളുണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിലും അവിടെ ഒരു യുദ്ധത്തിനുള്ള സാഹചര്യം ഉണ്ടാകാം എന്ന് പറയുന്നു. അതേപോലെ ജോർജ് പറയുന്നത് സിവിലൈസേഷൻ ഈ SC എഴുതിയിരിക്കുന്നത് 1931 ആണ്. ആ ടൈമിലൊക്കെ നമ്മുടെ ഇവിടെ നടക്കുവാണ്, കൊളനൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ജോർജ് മെയിനായിട്ട് ഈ യൂറോപ്യൻ കൺട്രീസിൻ്റെ സിവിലൈസേഷനെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. നമ്മുടെ സിവിലൈസേഷനൊന്നും ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നില്ല ഇതിനകത്ത്. അപ്പം ഈ ഇംഗ്ലണ്ടിലേക്ക് ചെന്ന കിങ് അമ്നുലേനെ അവർ കാണിക്കുന്നത് ബാറ്റിൽ ഫീൽഡും അവിടെ നടക്കുന്ന യുദ്ധങ്ങളും അവരുടെ ടാങ്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അല്ലാതെ അവരുടെ പോയറ്റ്സിനെ കുറിച്ചും അവരുടെ അവരുടെ ആർട്ടിസ്റ്റിക് വർക്കുകളൊന്നുമല്ല കാണിക്കുന്നത്, വാർ ഫീൽഡും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നതെന്ന് പറയുന്നു. അതേപോലെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ശത്രുതകളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ലീഗ് ഓഫ് നേഷൻസിനെ
ഇന്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഈ ഇന്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ലീഗ് ഓഫ് നേഷൻ ആണ്. ഈ ലീഗ് ഓഫ് നേഷനിൽ എന്താണ് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള രാജ്യങ്ങൾ തമ്മിൽ അവിടെ വന്നിട്ട് ഒരു സഹോദരപരമായ മീറ്റിംഗ് ഒക്കെ നടത്തും. അത് സക്സസ് ആയാൽ അവിടെ ആ വാർ ഉപേക്ഷിക്കപ്പെടും, അല്ല എങ്കിൽ അവിടെ വാർ നടക്കും എന്നൊക്കെയാണ് CEM ജോൺ പറയുന്നത്. അപ്പം ദ ഡേഞ്ചർ ഓഫ് വാർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് ഡേഞ്ചർ ഓഫ് മെഷീൻസ് ആണ്. ദ ഡേഞ്ചർ ഓഫ് മെഷീൻസ്. മെഷീൻ എന്ന് വെച്ചാൽ എന്താ? നമ്മളുണ്ടാക്കുന്ന പുതിയ പുതിയ ഉപകരണങ്ങൾ, അല്ലേ? ഉപകരണങ്ങൾ, സാധനങ്ങൾ, എന്താണ് എന്തൊക്കെ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്, റോബോട്ട്സിന് ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഡേഞ്ചർ. Science and technology has given humankind many machines, but has it given men and women the brain to use them judiciously? അപ്പം എന്താണ് നമ്മുടെ ശാസ്ത്രവും ടെക്നോളജിയും ഒക്കെ എന്താണ് ഹാസ് ഗിവൻ ഹ്യൂമൻകൈൻഡ് മെനി മെഷീൻസ്, പല പല ഉപകരണങ്ങൾ, മെഷീൻസ് അല്ലേ ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ട് ഗിവൻ മെൻ ഹാസൻ ഗിവൻ മെൻ, പക്ഷേ മനുഷ്യന് ഒരു മെന്നോ വുമണ്ണോ ഒന്നും എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട് കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. എഫക്റ്റീവ് യൂസ് ചെയ്യാൻ, ബ്രെയിൻ എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളൊരു കഴിവ് മനുഷ്യന് കൊടുത്തിട്ടില്ല. ഇതെങ്ങനെ ഈ മെഷീൻസ് എങ്ങനെ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിനെ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് കൃത്യമായിട്ട് പറയുന്നില്ല എന്ന് പറയുന്നു. വി ഡു നോട്ട് നോ ഹൗ ടു മാനേജ് മെഷീൻ. നമുക്ക് മെഷീൻസിനെ മാനേജ് ചെയ്യാൻ അറിയത്തില്ല എന്നും. മെഷീൻസ് വെർ മെൻ ടു മെൻ സെർവൻസ്. ശരിക്കും എന്താണ് മെഷീൻസ് മെന്നിൻ്റെ സെർവൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ എന്തായി മാറിയിരിക്കുകയാണ്? നമ്മളെല്ലാം ഈ മെഷീൻ്റെ സെർവൻസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെന്താണ് കൂടുതലായിട്ട് നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തിനാ? മെഷീൻസ്. ദ മെഷീൻസ് ആർ വെരി സ്റ്റേൺ മാസ്റ്റേഴ്സ്. അവരൊരു സ്റ്റേൺ മാസ്റ്റേഴ്സ് ആണ്. ദേ മസ്റ്റ് ബി ഫെഡ് വിത്ത് കോൾ ആൻഡ് ഗിവൺ പെട്രോൾ ടു ഡ്രിങ്ക് ആൻഡ് ഓയിൽ ടു വാഷ് വിത്ത്, ആൻഡ് ദേ മസ്റ്റ് ബി കെപ്റ്റ് അറ്റ് ദ റൈറ്റ് ടെമ്പറേച്ചർ, ആൻഡ് ഇഫ് ദേ ഡു നോട്ട് ഗെറ്റ് ദെയർ മീൽസ് വെൻ ദേ എക്സ്പെക്ട് ദം, ദേ ഗ്രോ sulky and refuse to work or burst with rage and blow up and spread ruin and destruction all around them. So we have to wait upon them very attentively and do all that we can keep them in good temper. The machines are very അവരെല്ലാം എന്താണ് കൃത്യമായിട്ട് പോകുന്നവരാണ്. They must be fed with coal കൊടുക്കണം, given petrol to drink, വാഹനങ്ങൾക്കാണെങ്കിൽ പെട്രോൾ കൊടുക്കണം, oil to wash with, and they must be kept at the right temperature. അവരെല്ലാവരും കൂടുതൽ ഒരു കറക്റ്റ് ടെമ്പറേച്ചറിൽ അതേ കറക്റ്റായിട്ട് അതിൻ്റെ ചിട്ടകൾ അതിന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് കൊണ്ടുപോകണം എന്ന് പറയുന്നു. And they must be kept at right temperature, and if they do not get their meals they can when they expect, അവർക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ they grow sulky and refuse to work. അവർ എന്താണ് ഇങ്ങനെ പതുക്കെയായിട്ട് വർക്കൊക്കെ ചെയ്യാൻ മടിയായിട്ട് മാറും എന്ന് പറയുന്നു. or burst with rage, അല്ലെങ്കിൽ എന്ത് ചെയ്യും? പൊട്ടിത്തെറിക്കും. and blow up and spread ruin and destruction all, അതിൻ്റെ ചുറ്റുമുള്ള സാധനങ്ങളെല്ലാം നശിപ്പിക്കും എന്നും പറയുന്നു. So we have to wait upon them very attentively and do all that we can keep them in good temper. അവരെ ഗുഡ് ടെമ്പറിൽ കൊണ്ട് നടക്കാൻ എന്ത് ചെയ്യണം? We have to be taken care of them very attentively. നമ്മൾ അതിനെ അവരെ കൂടുതലായിട്ട് നല്ലപോലെ കെയർ കൊടുക്കണം എന്ന് പറയുന്നു. ഇതാണ് ഡേഞ്ചർ ഓഫ് മെഷീൻസ് എന്ന് പറയുന്നത്. നമ്മൾ മെഷീൻസിൻ്റെ പല ടെക്നോളജിയും സയൻസും ഒക്കെ കൂടുതൽ മെഷീൻസിനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ മെഷീൻസൊക്കെ നമ്മൾക്ക് സെർവൻ്റായി നിൽക്കേണ്ടതാണ്. ബട്ട് വി ആർ സെർവൻസ് ടു ദം, അല്ലേ? നമ്മളാണ് അവരുടെ സെർവൻ്റായി മാറിയിരിക്കുന്നത്. നമ്മളാണ് അതിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ സെർവൻ്റായി മാറിയിരിക്കുകയാണ് എന്ന് പറയുന്നു. വാട്ട് ടു ഡു വിത്ത് അവർ ടൈം. എന്താണ് നമ്മുടെ സമയം കൂടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. വാട്ട് ടു ഡു വിത്ത് അവർ ടൈം, എന്താണ് നമ്മുടെ സമയം. Machines are meant to save time and energy, and what we have done with that extra time and energy is what we have engrossed ourselves in making more and more machines. It is to be understood that machines are meant to give us power which we can use as aid to our civilization. ഇവിടെ പറയുന്നു മെഷീൻസ് ആർ meant to save time and energy. ടൈമും എനർജിയും സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെഷീൻസിനെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. But we have done with extra time and energy is that we have engrossed ourselves in making more and more machines. ഈ സമയവും എനർജിയും കിട്ടുമ്പോൾ നമ്മൾ പിന്നെയും കൂടുതൽ മെഷീൻസിനെ എൻഗ്രേവ് ചെയ്യുകയാണ്, കൂടുതലായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ it is to be understood that machines are meant to give us power which we can use as the aid of our civilization.
ഈ മെഷീൻസ് എന്ന് പറയുന്നത് നമുക്കൊരു പവർ തരാൻ വേണ്ടിയിട്ടാണ്, ഒരു സിവിലൈസേഷനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിന് ഒരു പവർ തരാൻ വേണ്ടിയിട്ടാണ് ശരിക്കും മെഷീൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം പക്ഷേ നമുക്ക് എന്താണ് സമയം തീരെ ഇല്ല, സമയമുണ്ടെങ്കിൽ പോലും നമ്മൾ കൂടുതലായിട്ട് എന്താണ് പുതിയ മെഷീൻസ് ഉണ്ടാക്കാനാണ് നോക്കുന്നത്, അല്ലാതെ അവരുടെ സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഒന്നും കൂടെ അവർ സിവിലൈസേഷനെ ഒന്ന് ഈ ചാപ്റ്റർ ഫുൾ ഒന്ന് അതിൻ്റെ സമ്മറി ഒന്നും കൂടി നോക്കാം. അപ്പോൾ CM ജോർജിൻ്റെ എസ്സേ ആണ് അവർ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അവർ സിവിലൈസേഷനിൽ അതിൻ്റെ നല്ല ഭാഗവും ചീത്ത ഭാഗങ്ങളെ കുറിച്ചുമാണ് CM ജോർജ് പറയുന്നത്. ഓൾസോ CM ജോർജ് എസ്സേ അവർ സിവിലൈസേഷൻ ഈസ് ടേക്കൺ ഫ്രം എവിടുന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എവിടുന്നാണ് ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്ന വർക്കിൽ നിന്നാണ് അവർ സിവിലൈസേഷൻ എന്ന് പറയുന്ന ഷോർട്ട് എസ്സേ എടുത്തിരിക്കുന്നത്. It deals with the positive and negative aspects of civilization. പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആസ്പെക്ട്സ് ഓഫ് സിവിലൈസേഷനെ കുറിച്ചാണ് കൂടുതലായിട്ട് ഇതിനകത്ത് പറയുന്നതെന്ന് പറയുന്നു. ആൻഡ് ഓൾസോ ദ എസ്സേ വാസ് റിട്ടൺ ഇൻ ദി ഇയർ 1931 എസ്സേ എഴുതിയിരിക്കുന്നത്. In his essay, Our Civilization make an evaluative study of the modern civilization by probing the characteristics which governs us. He first goes into talking about the praises of our civilization. When we start the essay, Our Civilization, we could see the importance of positive aspects of civilization, and the main points about the aspects of civilization were order and safety, health, the world is one, the defects of modern civilization according to CM George as the world is one. These are the three main aspects of civilization, and the defects of modern civilization are unfair distribution of wealth and resources, the danger of war, the danger of machines, but to do with time. The essay is problematic in terms and its exclusion of non-Western civilization. The writers discredited our colonial times and the lack of mention the ills of modern technology and capitalism. ഇവിടെ പറയുന്നത് 1931 എഴുതുന്നതെന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഇന്ത്യയിൽ നടക്കുന്ന കൊളനൈസേഷൻ നടക്കുമ്പോഴുള്ള ടൈമിലാണ് എസ്സേ എഴുതിയിരിക്കുന്നത്. But he only given more importance to the European civilization and he doesn't mention anything about colonization or any other things. So that's for today. Thank you.